പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെപ്പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടെ എന്ന് പറഞ്ഞിട്ടാ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായി രീതിയാണ് സാറേ. എല്ലാവർക്കും പറഞ്ഞതാണ് എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇവർ പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് കേട്ടോണ്ടിരിക്കുന്നത്. നമസ്കാരമുണ്ടേ. ബൂംബാവ ആമ്പൽ ആമ്പൽ പുന്നകയോ വവ്വൽ വവ്വൽ. രജനികാന്ത് അഭിനയിച്ച ശിവാജി ചിത്രത്തിലെ പാട്ടിലെ വരികളാണിവ. രജനികാന്തിൻ്റെ കാമുകിയായ ശ്രേയയെ കണ്ടിട്ട് രജനികാന്ത് വർണ്ണിക്കുന്ന വരികളാണിവ. ഈ പാട്ട് നേരെ തിരിച്ചിട്ട് കേരള നിയമസഭയിലേക്ക് പോയാൽ നിയമസഭയിലിരിക്കുന്ന CPMൻ്റെ അവസ്ഥയാണ് ബൂംബാവ അവസ്ഥ. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടുനിന്ന നിയമസഭാ ബഡ്ജറ്റ് അവതരണത്തിൽ CPMൻ്റെ തൊലി ഉരിച്ചെന്ന് വേണം പറയാൻ. നിയമസഭയിൽ CPMൻ്റെ അവസ്ഥ എന്താണെന്ന് VP ഒന്ന് പറയാമോ? അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവരിപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു അംശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. VP സജീന്ദ്രൻ തക്കടിച്ച് മാറുമ്പോൾ സുധാകരൻ്റെ വക കുത്തോട് കുത്ത്. കഴിഞ്ഞ 5 വർഷം റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥനെ വെച്ച് അവിടെ നടന്ന കളി എന്നായിരുന്നുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണ വിധേയമാക്കണം. അവിടെ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്താണ് നാണമില്ലേ? ആ അദ്ദേഹം ഭരിച്ച വകുപ്പുകളിൽ ഒരു ചെറിയ വകുപ്പിൽ കയറി അതിൻ്റെ ചെയർമാനായിട്ടിരിക്കാൻ വെക്കാൻ നാണമില്ലേ? തികച്ചും തെറ്റാണെന്ന്. അവന്റെ അമ്മയുടെ ഒരു ഐഡിയ എനിക്ക് മതിയായി. വല്ല വഴിക്ക് ഇറങ്ങിപ്പോവാന്ന് വെച്ചാൽ അതിനും പറ്റാണ്ടായല്ലോ കർത്താവേ. ഈ കൂട്ടത്തിൽ വന്ന് കയറിക്കൊടുത്ത് MV ഗോവിന്ദൻ വിട്ടില്ല മാധ്യമപ്രവർത്തകർ. മാസ്റ്ററെ, ധവളപത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചു പത്രക്കാർ, അങ്ങ് കേരളത്തിൽ ഇറക്കിയ ധവളപത്രത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദേശാഭിമാനി പത്രം ഒഴിച്ചൊരു പത്രവും വായിക്കാറില്ല, ജനയുഗം പോലും വായിക്കാറില്ല. അതുകൊണ്ട് തഗ്ഗും പാട്ടും കവിതയും ചേർത്ത് അവിയൽ രൂപത്തിൽ ഉരുട്ടി CPMൻ്റെ അണ്ണാക്കിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും. 50 വർഷം വയറ്റിൽ കിടന്ന കത്രിക പുറത്തെടുത്തപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു 50 വർഷം കത്രിക അകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചു. ശരിയാണ് സാർ, കത്രികയെ അപ്പോൾ തന്നെ ഡോക്ടർ എടുത്തൊന്ന് മീശ കട്ട് ചെയ്ത് നോക്കി, കത്രികയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല സാർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. അണ്ണാവെ പറ്റി പറഞ്ഞ ഊരിപ്പിടിച്ച വാളുകൾക്ക് മുന്നിൽ കൂടി നടന്നു നീങ്ങിയ പിണറായി VP സജീന്ദ്രൻ്റെ കൗണ്ടറുകൾക്ക് മുന്നിൽ വെള്ളം മുണ്ടൂരി തലയിൽ മൂടി നടക്കുന്നതായിരിക്കും താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും നല്ലത്. നമുക്ക് അയാളെ വേഷം മാറ്റി കൊണ്ടുപോയാലോ? അത് കൊള്ളാം. അപ്പൊ ആളറിയാതെ കൊണ്ടുപോവാ. പക്ഷെ ഏത് വേഷത്തിൽ കൊണ്ടുപോകും? മഞ്ഞ പാന്റും ചുവന്ന ഷർട്ടും ഇടിവെച്ച് ഒരു നീല തൊപ്പിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ. സാറേ, ഈ നിയമസഭയില് ഞങ്ങളൊക്കെ മുൻപ് അംഗങ്ങളായിരുന്നവരാണ്. ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട്. പണ്ടത്തെ ബഡ്ജറ്റ് അവതരണമാണ് അവതരണം. ഇപ്പോഴൊക്കെ എന്തിരി വെള്ളമുണ്ടിനടിയിലെ വള്ളി നിക്കറിൻ്റെ വള്ളിയിൽ പിടിച്ചുകൊണ്ട് അണ്ണൻ്റെ ഒരു ചാട്ടമേ. അതുകൊണ്ട് മിണ്ടാതിരുന്നാലൊക്കെ കൊള്ളാം. പാറശാല അണ്ണനെ കണ്ടാലുണ്ടല്ലോ. അതുപോലെ തന്നെ ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ സെക്രട്ടറിയേറ്റ് ഒരു വിദ്വാനെ പോയി കണ്ട് ഈ കവിത എഴുതിപ്പിച്ചു. എല്ലാത്തിനും കാരണം ആ ഒറ്റ പാട്ടാ പിണറായിയെ കൊണ്ട് മൂലയ്ക്കിരുത്തിയത്. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എന്ത് കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോ ഒരു അവസാനം ഉണ്ടായെന്ന് കരുതിക്കോ. ഇനിയെങ്കിലും നിങ്ങൾ ആളെ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ CPM നിങ്ങൾക്ക് പണി കിട്ടുമേ. എന്നാ ഒരു കാര്യം ചെയ്യാം, തല മുട്ടയടിച്ച് ദേഹം മുഴുവൻ പച്ച കുത്താം. CPM പണി കിട്ടുമേ.
35-ൽ നിന്നും 3-ലേക്കും 3-ൽ നിന്നും 35-ലേക്കും പരിവർത്തനം ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ അവസ്ഥയുണ്ടല്ലോ, ഒന്ന് നേരത്തെ ആലോചിച്ചാൽ കൊള്ളാം. രാവിലെ അവന്മാരെന്നെ കെട്ടിത്തൂക്കി പുഴുങ്ങിയടാ. യോമാരെന്തിനാ നമ്മളൊക്കെ പുഴുങ്ങണത്? ഇവരൊക്കെ ഞാൻ പുഴുങ്ങിയത് എക്സ്പോർട്ട് ഉണ്ടാ? അതേടാ. എന്തായാലും നിയമസഭ VP സജീന്ദ്രൻ്റെ കൗണ്ടർ സഭയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ആളെ മാറ്റിയിരുത്തില്ല എന്നുണ്ടെങ്കിൽ CPM എല്ലാം പോവുമേ. ഞാൻ പറയേണ്ടത് പറഞ്ഞെന്നേ ഉള്ളൂ.